2022 ലോകം കണ്ട ഏറ്റവും ആഡംബരപൂർണമായ ഫുട്ബോൾ ലോകകപ്പിനാണ് ഖത്തർ വേദിയായത്. മെസ്സി കപ്പുയർത്തിയ ആ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ച ഖത്തറിലെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ആ 8 അത്യാധുനിക സ്റ്റേഡിയങ്ങൾക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? വറ്റിവരണ്ട വെള്ളാനകളാകാൻ ഖത്തർ അവയെ വിട്ടുകൊടുത്തോ, അതോ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നോ? നമുക്ക് നോക്കാം. സ്റ്റേഡിയം 974 ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തെ അത്ഭുതപ്പെടുത്തിയ സ്റ്റേഡിയമാണിത്. ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യത്തെ പൂർണ്ണമായും പൊളിച്ചുമാറ്റാൻ കഴിയുന്ന സ്റ്റേഡിയം. ടൂർണമെൻറ്റിന് ശേഷം ഇത് പൂർണ്ണമായി പൊളിച്ചുമാറ്റാനും ഇതിൻ്റെ ഭാഗങ്ങൾ ആവശ്യമുള്ള മറ്റു രാജ്യങ്ങൾക്ക് ദാനം ചെയ്യാനുമായിരുന്നു പ്ലാൻ. നിലവിൽ ഇതിൻ്റെ ചില ഭാഗങ്ങൾ മാറ്റിയെങ്കിലും പൂർണ്ണമായും പുനരുപയോഗ പ്രക്രിയകൾ പുരോഗമിക്കുകയാണ്. ലുസൈൽ അൽബൈത്ത് സ്റ്റേഡിയം. അർജന്റീനയും ഫ്രാൻസും തമ്മിൽ ഫൈനൽ നടന്ന ലുസൈൽ സ്റ്റേഡിയത്തിൻ്റെ സീറ്റുകളുടെ എണ്ണം 88,000-ൽ നിന്നും 40,000-ആയി കുറയ്ക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ സ്കൂളുകൾ, കഫേകൾ, ക്ലിനിക്കുകൾ, കമ്മ്യൂണിറ്റി ഹബ്ബുകൾ എന്നിവയായി മാറ്റാനാണ് പദ്ധതി. ഉദ്ഘാടന മത്സരം നടന്ന അൽബൈത്ത് സ്റ്റേഡിയത്തിന് ചുറ്റും വലിയ പാർക്കുകളും ഹോട്ടലുകളും ഷോപ്പിംഗ് മാളുകളും ഇപ്പോൾ സജീവമാണ്. ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. ഖത്തറിലെ ഏറ്റവും പഴക്കമേറിയ പ്രശസ്തവുമായ സ്റ്റേഡിയം. ഇതിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. നിലവിൽ ഇത് ഖത്തർ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ ഔദ്യോഗിക ഹോം ഗ്രൗണ്ടായി തുടരുന്നു. ഒപ്പം വലിയ അത്ലറ്റിക്സ് മത്സരങ്ങൾക്കും ഇത് വേദിയാകുന്നു. മറ്റ് സ്റ്റേഡിയങ്ങൾ അൽ ജനൂബ്, അഹ്മദ് ബിൻ അലി എന്നീ സ്റ്റേഡിയങ്ങളിലെ പകുതിയോളം സീറ്റുകൾ, ഏകദേശം 40,000 സീറ്റുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഫുട്ബോൾ വികസനത്തിനായി ഖത്തർ ദാനം ചെയ്യുകയാണ്. നിലവിൽ ഈ സ്റ്റേഡിയങ്ങൾ ഖത്തർ സ്റ്റാർസ് ലീഗിൻ്റെ പ്രാദേശിക ക്ലബ്ബുകൾ മത്സരങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ എഡ്യൂക്കേഷണൽ സിറ്റി സ്റ്റേഡിയം അവിടുത്തെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കായി നീക്കിവച്ചിരിക്കുന്നു. ചില സ്റ്റേഡിയങ്ങൾ 2023 ഏഷ്യൻ കപ്പിനും മറ്റ് അന്താരാഷ്ട്ര മത്സരങ്ങൾക്കും ഖത്തർ വിജയകരമായി വീണ്ടും ഉപയോഗിച്ചു. പല രാജ്യങ്ങളും ലോകകപ്പിന് ശേഷം സ്റ്റേഡിയങ്ങൾ പരിപാലിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ഖത്തർ തങ്ങളുടെ സ്റ്റേഡിയങ്ങൾ കൃത്യമായി ഡൗൺ സൈസ് ചെയ്തും സീറ്റുകളുടെ എണ്ണം കുറച്ചും കമ്മ്യൂണിറ്റി സ്പേസുകളാക്കി മാറ്റിയും മാതൃകയാവുകയാണ്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഖത്തർ സ്റ്റേഡിയം ഏതായിരുന്നു? താഴെ കമൻറ്റ് ചെയ്യൂ.